ശാന്തമായിട്ട് ധ്യാനിച്ച് ചിന്തിച്ച് പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുവാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. ഈ രാത്രിയിൽ ഞാൻ ഇവിടെ വിളംബരം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന സന്ദേശത്തിന്റെ ഒരു സിംഹഭാഗവും ഈ വെള്ളവിരിപ്പിന്റെ കീഴിൽ എന്നെ കേൾക്കുന്ന ആത്മീയരായ ദൈവമക്കൾക്ക് ഉള്ള ഒരു ഒരുക്കത്തിന്റെ സന്ദേശമാണ്. ഈ രാത്രി ഞാൻ വിളംബരം ചെയ്യുന്ന സന്ദേശത്തിന്റെ അവസാന ഭാഗം പുറത്തന്നെ കേൾക്കുന്ന ആദരണീയരായ ശ്രോതാക്കൾക്ക് ഉള്ള ഒരു സമാധാനത്തിന്റെ സന്ദേശം കൂടിയാണ്. പ്രാർത്ഥനയോടെ ഇന്ന് രാത്രിയിൽ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. പരിമിതമായി ശബ്ദവാഹിനിയിലൂടെ നിങ്ങൾ കേൾക്കുന്ന ഗാനങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ തീർച്ചയായും നിങ്ങളുടെ രാത്രിയിലെ ദൈവവചനത്തിന്റെ ധ്യാനത്തിന് ആധാരമായി വിശുദ്ധ പൗലോസ് തീത്തോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനം 1-ാം അധ്യായം 8-9 വാക്യങ്ങൾ. അതിഥിപ്രിയനും സൽഗുണപ്രിയനും സുബോധശീലനും നീതിമാനും നിർമ്മലനും ജിതേന്ദ്രിയനും പത്യോപദേശത്താൽ പ്രബോധിപ്പിക്കാനും വിധങ്ങൾ അന്ധകാരത്തിന്റെ മുഖമൊടിഞ്ഞ് സ്വതന്ത്രരാകുന്ന രാത്രിയാകണം. ഒരു നിലയിലും പുറത്തു വരുവാൻ കഴിയാതെ ജീവിതങ്ങളെ ആപാത ചൂടം അടിമുടി കെട്ടിവെച്ചിരിക്കുന്ന ശാപത്തിന്റെ കെട്ടുകൾ, പാപത്തിന്റെ പാശങ്ങൾ പ്പെടുവാൻ, ചിലരുടെ ഹൃദയത്തിൽ രക്ഷകനായി അങ്ങയെ പ്രതിഷ്ഠിക്കുവാൻ ഈ രാത്രി മുടങ്ങുന്ന സന്ദേശത്തിന്റെ പിൻപിൽ അവിടുത്തെ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വിരോധ ശക്തികളെ ഞങ്ങൾ ഒരുമിച്ച് ബന്ധിക്കുന്നു. ജ്വലിക്കുന്ന വാളിന്റെ ജ്വാല കർത്താവിന്റെ വേദിയിലായിരിക്കുന്ന സഹപ്രവർത്തകർക്ക് നിശ്ചയമായും ഈ വാക്യം സുപരിചിതമാണ്. ഈ വാക്യത്തെ ആസ്പദീകരിച്ച് പ്രഭാഷണങ്ങളും പ്രബോധനങ്ങളും ഒക്കെ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് കരുതുകയാണ്. ഈ ദിവസങ്ങളിൽ ദൈവം എനിക്ക് ഒരുക്കുന്ന വേദികളിലെ ഇടങ്ങളിലെ വാക്യത്തിന്റെ വിശദീകരണങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് തീത്തോസിന്റെ ലേഖനത്തെ കുറിച്ച് ആമുഖമായ ഒരു കാര്യം മാത്രം ഒന്ന് ഓർപ്പിക്കാം. സാധാരണ ഉണർവ് യോഗങ്ങളിലോ സുവിശേഷ യോഗങ്ങളിലോ ഉപവാസ പ്രാർത്ഥനകളിലോ ഒന്നുമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. അവ വേലക്കാരുടെ വിശേഷമുള്ള മീറ്റിംഗിൽ സാധാരണ കൈകാര്യം ചെയ്യാനുള്ള ഒരു ലേഖനമാണ് നമ്മുടെ പൊതുപ്രഭാഷണത്തിന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. തീത്തോസിന്റെ ലേഖനത്തെ ലക്ഷ്യമാണ് ഇടയപരിപാലനങ്ങളെ കുറിച്ചുള്ള കൃത്യമായ പ്രബോധനമാണ്. തീത്തോസിന്റെ ലേഖനമായതുകൊണ്ട് തീത്തോസിനെ കുറിച്ചൊരു വാക്ക് ആമുഖമായി എന്ന് പറയട്ടെ. ഒരു യവനായ പശ്ചാത്തലത്തിൽ നിന്നും യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച വിശ്വാസത്തിലേക്കും പിന്നീട് ശുശ്രൂഷയിലേക്കും കടന്നു വന്ന അനുഗ്രഹീതനായ ഒരു വ്യക്തി പ്രഭാവമാണ് തീത്തോസ്. ശാന്തനയം പ്രാപിച്ച ശുശ്രൂഷയിലേക്കും വിശ്വാസത്തിലേക്കും ഒക്കെ കടന്നു വന്ന പൗലോസിന്റെ ഏറ്റവും വാത്സല്യ നിജപുത്രനാകുന്ന തീത്തോസിനെ കരം വെച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് അങ്ങ് ദൂരെ ക്രയത്ത് എന്ന് പറയുന്ന ദ്വീപിലെ സഭയുടെ ശുശ്രൂഷയ്ക്കായി അയക്കും കർത്താവില് ആഗ്രഹിക്കുന്നത്. പൗലോസിന്റെ ശുശ്രൂഷയിലൂടെ വിശ്വാസത്തിലേക്ക് ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന തന്റെ പ്രിയമകനായ തീത്തോസിനെ കരം വെച്ച് പ്രാർത്ഥിച്ച വചനത്തെ മുറുകെ പിടിക്കുന്നവനായിരിക്കണം. ഏതാണ്ട് 9 കാര്യത്തിൽ പൗലോസിന്റെ മകനായ തീത്തോസ് കരുത്തനാകേണ്ടതിന്, ശക്തനാകേണ്ടതിന് ആധികാരികമായി അദ്ദേഹം തീത്തോസിനെ പ്രബോധിപ്പിക്കുന്നത് ഒരു കാര്യം മാത്രം നീ ചെയ്യണം, ഉപദേശപ്രകാരമുള്ള വിശ്വാസ വചനത്തെ മുറുകെ പിടിക്കണം. പൗലോസ് തന്റെ മകനായ തീത്തോസിന് നൽകുന്ന 10 പ്രബോധനങ്ങളില് 10ാമത്തെ പ്രബോധനമാണ് ഇന്ന് രാത്രിയിൽ എന്റെ പ്രസംഗത്തിനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഉപദേശപ്രകാരമുള്ള വിശ്വാസ വചനം ഒരുമിച്ച് നാം ചിന്തിക്കുന്നത്, ഒരുമിച്ച് നാം വിളംബരം ചെയ്യുന്ന ദൂതിന്റെ തലക്കെട്ട് മുറുകെ പിടിക്കുന്നവർ ആയിരിക്കുക. കൈകൾ ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. മുറുകെ പിടിക്കുന്നവരായിരിക്കുക എന്നൊരു ദൂത്
ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചപ്പോൾ ഞാൻ ഈ ദൂതിനെ വിചിന്തനങ്ങൾക്ക്, ധ്യാനങ്ങൾക്ക് ദൈവസന്നിധിയിൽ വിധേയമാക്കിയപ്പോൾ അതിനെ രണ്ട് ഭാഗമായിട്ട് ദൈവാത്മാവ് എനിക്ക് തിരിച്ചു തരുവാനിടയായി. ഒന്ന്, മുറുകെ പിടിപ്പാൻ പാടില്ലാത്തത്. രണ്ട്, മുറുകെ പിടിക്കേണ്ടിയത്. വീണ്ടും അതിനെ ദൈവസന്നിധിയിൽ അപഗ്രഥനങ്ങൾക്ക്, ധ്യാനങ്ങൾക്ക് വിധേയമാക്കിയപ്പോൾ മുറുകെ പിടിപ്പാൻ പാടില്ലാത്ത 3 കാര്യങ്ങളെ കുറിച്ച് ഈ പുസ്തകത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. മുറുകെ പിടിക്കേണ്ടിയ 7 കാര്യങ്ങളെ കുറിച്ചും ഈ പുസ്തകത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവ ഇന്ന് രാത്രിയിൽ മുറുകെ പിടിക്കുന്നവരായിരിക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതിൽ നിന്നുകൊണ്ട് 2 ഭാഗങ്ങളാണ് നാം ധ്യാനിക്കാൻ പോകുന്നത്. നമുക്ക് മുറുകെ പിടിപ്പാൻ പാടില്ലാത്ത 3 കാര്യങ്ങൾ, നമ്മൾ മുറുകെ പിടിക്കേണ്ടിയ 7 കാര്യങ്ങൾ. ഇന്ന് രാത്രി മുറുകെ പിടിപ്പാൻ പാടില്ലാത്ത 3 കാര്യങ്ങളെ കുറിച്ച്, മുറുകെ പിടിക്കേണ്ടിയ 7 കാര്യങ്ങളെ കുറിച്ച് പ്രാർത്ഥനയോടെ നാം ധ്യാനിക്കുമ്പോൾ മാറോട് കരം വെച്ച് ഹൃദയംഗമായി ദൈവത്തോട് പ്രാർത്ഥിച്ചോണം. അപ്പാ, മുറുകെ പിടിപ്പാൻ പാടില്ല എന്ന് വചനം പറയുന്ന കാര്യങ്ങളോട് സമ്പൂർണമായി വിട പറഞ്ഞ് മുറുകെ പിടിക്കുവാൻ വചനം പ്രബോധിപ്പിക്കുന്ന കാര്യങ്ങളെ ദൃഢമായി പിടിച്ച് ആക്ഷേപരഹിതമായ, മാതൃകാപരമായ, ആരോഗ്യപരമായ ഒരു ജീവിതം നയിപ്പാൻ അങ്ങയുടെ കൃപ എന്റെ മേൽ പകരണമേന്ന് ഹൃദയംഗമായി പ്രാർത്ഥനയോടെ ഈ വെള്ളവിരിപ്പിന്റെ കീഴിൽ നമുക്കായിരിക്കണം. മുറുകെ പിടിക്കുന്നവരായിരിപ്പീനെന്ന ഗംഭീരമായ ഒരു സന്ദേശത്തിൽ നിന്നുകൊണ്ട് ദൈവമക്കളായ നമുക്ക് മുറുകെ പിടിപ്പാൻ പാടില്ലാത്ത 3 കാര്യങ്ങളെ കുറിച്ചും മുറുകെ പിടിക്കേണ്ട 7 കാര്യങ്ങളെ കുറിച്ചും ശാന്തമായി ഒന്ന് ചിന്തിക്കാം. സമയത്തിന്റെ പരിമിതിയും 2 ഭാഗത്തു നിന്നും ഈ 2 കാര്യം ചിന്തിക്കുമ്പോൾ എന്റെ സമയം തീരും, നമ്മുടെ ശുശ്രൂഷയും അവസാനിക്കും. സന്തോഷമായോ? സന്തോഷമില്ല, ഞാൻ 3 കാര്യം 7 കാര്യം പറഞ്ഞോളാം. എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമുക്ക് മുറുകെ പിടിപ്പാൻ പാടില്ലാത്ത 3 കാര്യങ്ങൾ എന്തൊക്കെയാ? 1, പാപങ്ങളെ മുറുകെ പിടിക്കരുത്. അതിനാധാരമായി വായിക്കേണ്ടിയത് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 3-ാം അധ്യായം 3-ാമത്തെ വചനമാണ്. എടുത്തു വെച്ചോ, പിന്നീട് വായിച്ചാൽ മതി. 2, പാർക്കുന്ന വീടിനെ അല്ലെങ്കിൽ ഭൗതിക സമ്പത്തിനെ മുറുകെ പിടിക്കരുത്. യോബ് 8:15. മുറുകെ പിടിപ്പാൻ പാടില്ലാത്ത 3-ാമത്തെ കാര്യം വഞ്ചനകളെ മുറുകെ പിടിക്കരുത്. ഇരമ്യാവ് 8:5. അപ്പോൾ നമുക്ക് ഈ ലോകത്തിൽ മുറുകെ പിടിപ്പാൻ വ്യവസ്ഥയില്ലാത്ത 3 കാര്യം മനസ്സിലായല്ലോ. 1, പാപങ്ങളെ. 2, പാർക്കുന്ന വീടിനെ അല്ലെങ്കിൽ 3. 2, ക്രിസ്തുവാകുന്ന തലയെ നാം മുറുകെ പിടിക്കുന്നവരായിരിക്കണം. കൊലോസ്യലേഖനം 2:18. 3, നല്ലത് മുറുകെ പിടിക്കുന്നവരായിരിക്കണം. 1 തെസ്സലോനിക്കർ 5:21. 4, ഉപദേശപ്രകാരമുള്ള വിശ്വാസ വചനത്തെ മുറുകെ പിടിക്കുന്നവരായിരിക്കണം. റെഫറൻസ് കണ്ടല്ലോ, താക്കോൽ വാക്യം അതാണ്. 5, നിത്യജീവനെ മുറുകെ പിടിക്കുന്നവരായിരിക്കണം. 1 തിമോഥെയോസ് 6:12. 6, പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം മുറുകെ പിടിക്കുന്നവരായിരിക്കണം. എബ്രായർ 3:6. 7, യേശുക്രിസ്തുവിന്റെ നാമത്തെ നാം മുറുകെ പിടിക്കുന്നവരായിരിക്കണം. വെളിപ്പാട് 2:13. അപ്പോൾ മുറുകെ പിടിപ്പാൻ വ്യവസ്ഥയില്ലാത്ത 7 കാര്യങ്ങളും മനസ്സിലായല്ലോ. ഇനിയും 2 ഭാഗത്തു നിന്നും ഈ 2 കാര്യം ചിന്തിക്കുമ്പോൾ നമ്മുടെ സമയം അവസാനിക്കും. അപ്പോൾ മുറുകെ പിടിപ്പാൻ വ്യവസ്ഥയില്ലാത്ത 3 കാര്യങ്ങളിൽ 1, പാപങ്ങളെ നാം മുറുകെ പിടിക്കരുത്. അതിനാധാരമായി നാം തെരഞ്ഞെടുത്തിരിക്കുന്നത് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 3-ാം അധ്യായം 3-ാമത്തെ വചനമാണ്. എടുത്തവരുണ്ടെങ്കിൽ ഒന്ന് വായിച്ചാട്ടെ. എന്നാലും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ
യൊരോബെയാമിന്റെ പാപങ്ങളെ അവൻ വിട്ടുമാറാതെ മുറുകെ പിടിച്ചു. എന്നാലും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ യൊരോബെയാമിന്റെ പാപങ്ങളെ അവൻ വിട്ടുമാറാതെ മുറുകെ പിടിച്ചു. ഈ വാക്യത്തിന്റെ പശ്ചാത്തലത്തിലേക്കോ ചരിത്രത്തിലേക്കോ ഒന്നും തൽക്കാലം ഞാൻ കടക്കുന്നില്ല. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട വിശുദ്ധ ജീവിതം നയിക്കുന്ന കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സിയോൻ സഞ്ചാരിക്ക് ഭക്തർക്ക് പാർപ്പാൻ യോഗ്യമല്ലാത്ത ഈ ലോകത്തിൽ മുറുകെ പിടിപ്പാൻ വ്യവസ്ഥയില്ലാത്ത ഒന്നാമത്തെ കാര്യം പാപങ്ങളെയാണ് എന്ന് വ്യക്തമാക്കേണ്ടതിന് ആധാരമായി മാത്രം ഞാൻ ആ വാക്യം വായിപ്പിച്ചതേ ഉള്ളൂ. നമുക്ക് മുറുകെ പിടിപ്പാൻ ഇവിടെ വ്യവസ്ഥയില്ലാത്ത പ്രഥമ സംഗതി ഏതാണ്? പാപങ്ങളെ. എന്താണ് പ്രിയരെ പാപം? എന്താണ് പാപമെന്ന് ചോദിച്ചാൽ ഈ പന്തലിന്റെ കീഴിൽ എന്നെ കേൾക്കുന്ന കൃപ പ്രാപിച്ച ദൈവമക്കൾക്ക് പറയാൻ ഒത്തിരി മറുപടി ഉണ്ടെന്ന് എനിക്കറിയാം. എന്താണ് പാപം? പിന്നിട്ട 15 വർഷം കൊണ്ട് കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഞാൻ തുടർമാനമായി പ്രസംഗിച്ചു വരുന്ന ഒരു വിഷയമാണ് പാപം, പാപത്തിന്റെ രംഗപ്രവേശനം, പാപത്തിന്റെ പരിണതഫലങ്ങൾ, പാപത്തിന്റെ പരിഹാര മാർഗങ്ങൾ. ഇന്നും ഞാൻ അഭിസംബോധന ചെയ്യുന്ന പബ്ലിക് വേദികളിൽ തുടർമാനമായി നിയോഗത്തോടെ പ്രസംഗിച്ചു വരുന്ന ഒരു വിഷയമാണ് പാപം, പാപത്തിന്റെ രംഗപ്രവേശനം, പാപത്തിന്റെ പരിണതഫലങ്ങൾ, പാപത്തിന്റെ പരിഹാര മാർഗങ്ങൾ. എന്താണ് സഹോദരങ്ങളെ പാപം? എന്താ പാപം എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാനൊരു മറുപടി ഉണ്ട്. ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കുന്നതും ചെയ്യാതിരിക്കേണ്ട കാര്യം ചെയ്യുന്നതുമാണെന്ത്? അത്രയേ ഉള്ളൂ. ഏകവാക്കിൽ പറയാൻ പാപം എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ, ചെയ്യാതിരിക്കേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് എന്ത് വിളിക്കാം? പാപമെന്ന് വിളിക്കാം. അതാണ് ഏദനിൽ സംഭവിച്ചത്. അരുത് എന്ന് പറഞ്ഞ കാര്യത്തെ ആദ്യ മാതാപിതാക്കൾ ചെയ്തു. വേദപുസ്തകത്തിന്റെ ഭാഷ പറഞ്ഞാൽ മഹാനും അത്യുന്നതനും പരമകാരുണികനും സർവശക്തനുമായ ദൈവത്തിന്റെ കൽപ്പനയെ ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യൻ തിരസ്കരിക്കുന്നതാണ്, ഉപേക്ഷിക്കുന്നതാണ്, മറന്നുകളയുന്നതാണ് പാപമെന്ന് പറയുന്നത്. പാപമെന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ വേദപുസ്തകത്തിൽ നാം ഒരു അന്വേഷണം നടത്തിയാൽ പാപത്തെ വ്യക്തമാക്കുന്ന പല കാര്യങ്ങൾ ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയും. പാപമെന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ എന്റെ പ്രത്യാശയ്ക്ക് ആധാരമായി വിശുദ്ധ ഗ്രന്ഥത്തിൽ ഞാൻ ഒരു തിരയൽ നടത്തിയപ്പോഴേ പാപത്തെ വ്യക്തമാക്കുന്ന 7 കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ നിന്നും എന്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായി. നമ്മുടെ ദൃഷ്ടിയിൽ മാരകമെന്ന് ചിന്തിക്കുന്ന, ഭീകരമെന്ന് ചിന്തിക്കുന്ന, മനുഷ്യത്വബോധമില്ലാത്ത ഏതെങ്കിലും ഒരു ഭയങ്കരനായ ദൈവത്തിന്റെ വിശുദ്ധിക്ക് നിരക്കാത്ത ഒരു ചെറിയ ചിന്ത പോലും, ഒരു ചെറിയ നോട്ടം പോലും, ഒരു ചെറിയ ഹൃദയവിചാരം പോലും പാപമാണെന്നുള്ള കാര്യം കൃപ പ്രാപിച്ച ദൈവമക്കൾ മറക്കരുത്. അതാ ഞാൻ പറഞ്ഞത്, പാപം എന്ന വിഷയത്തോടുള്ള ബന്ധത്തില് വേദപുസ്തകം നാം ഒന്ന് അന്വേഷിച്ചാൽ പാപത്തെ വിശദമാക്കുന്ന 7 കാര്യങ്ങൾ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. 4 ഞാൻ വിസ്തരിക്കുന്നില്ല. 2 പോഷന്റെ നിരൂപണം, പാപം തന്നെ സദൃശവാക്യം 24-9. 3 വിശ്വാസത്തിൽ നിന്നും ഉത്ഭവിക്കാത്തതൊക്കെയും പാപം തന്നെ. റോമാലേഖനം 14-23. 4 മുഖപക്ഷം കാണിച്ചാലോ പാപം ചെയ്യുന്നു, യാക്കോബ് 4. 7 ഏതനീതിയും പാപം തന്നെ, 1 യോഹന്നാൻ 5:17. അവ പ്രിയരെ, നമുക്ക് മുറുകെ പിടിപ്പാൻ ഈ മരുഭൂമിയിൽ വ്യവസ്ഥയില്ലാത്ത ഒന്നാമത്തെ കാര്യം പാപങ്ങളെയാണെങ്കിൽ എന്താണ് പാപമെന്ന് ഞാൻ പറഞ്ഞു. പാപത്തെ വിശദമാക്കുന്ന 7 കാര്യങ്ങൾ ബൈബിളിന്റെ വളരെ തെളിവിൽ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, മനുഷ്യാത്മാവിന്റെ മണ്ഡലത്തിലാണ് പാപമുണ്ടായതെങ്കിലും
അതിന്റെ അനന്തരഫലം മനോഹരമായി പ്രപഞ്ചത്തെ മുഴുവൻ സാരമായി, മൃഗീയമായി, ക്രൂരമായി ബാധിച്ചു. സത്യത്തിൽ നിന്നും വിടുതലും ദൈവമക്കളുടെ ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കും എന്ന ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനുഷ്യന്റെ പാപം നിമിത്തം മനോഹരമായ ഭൂമി ശപിക്കപ്പെട്ടു. മൃഗങ്ങളും മനുഷ്യരും ദൈവത്തിൽ നിന്ന് അകന്ന് കപടവും വഞ്ചനയും നിറഞ്ഞ് ബലഹീനരും അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു. ഒറ്റവാക്കിൽ പറഞ്ഞാൽ പാപം ഇവിടെ ആത്മഹത്യയിൽ ആരംഭിച്ച് പാപം പ്രാതൃഹത്യയിൽ വളർന്ന് പാപം ദൈവഹത്യയിൽ പരമകാഷ്ഠയിലെത്തി. ചെയ്തിട്ടല്ല, അപരാധങ്ങളൊന്നും പ്രവർത്തിച്ചിട്ടല്ല അവൻ കാൽവറിയിൽ ഒരു കുറ്റവാളിയെ പോലെ മരിച്ചത്. നമ്മുടെ പാപം നിമിത്തമാണ്, നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. എത്ര പരിശുദ്ധനാണ് ഇന്ന് രാത്രിയില് നാം ആരാധിക്കുക. ഒരു കുറ്റവാളിയല്ല, ഒരു ക്രിമിനലല്ല, ഒരു രാജ്യദ്രോഹിയല്ല, അവിടുന്ന് പരിശുദ്ധനാണ്. ആമേൻ. യേശുക്രിസ്തുവിനെ വിസ്തരിച്ച് ഒറ്റ മതകോടതികളിൽ ഒരു ന്യായാധിപൻ ഈ നീതിമാനായ മനുഷ്യനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. ബഹുമാനപ്പെട്ട മോഹൻ റോയ് എന്താണ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞത്? അവിടുന്ന് വെളിച്ചം പോലെ പരിശുദ്ധൻ, അവിടുന്ന് കുഞ്ഞാട് പോലെ നിർദോഷി, അവിടുന്ന് കുറുമ്പ്രാവ് പോലെ നിഷ്കളങ്കൻ. വിവേകാനന്ദ സ്വാമി എന്താണ് യേശുവിനെ കുറിച്ച് പറഞ്ഞത്? ആ പരിപാവനായ വ്യക്തി പ്രഭാവത്തിന്റെ കാലത്ത് ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ എന്റെ ഹൃദയം പിടിഞ്ഞൊറിയ ചോര കൊണ്ട് ഞാൻ അവന്റെ പാദം കഴുകുമായിരുന്നു. പാലസ്തീനിൽ നിന്ന് ഭാരത്ത് തട്ടി യേശു ലോകത്തോട് എന്താ ചോദിച്ചത്? നിങ്ങളിൽ എന്റെ പാപത്തെ കുറിച്ച് അവൻ പാപമില്ലാത്തവനാണ്. ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, മൂപ്പന്മാർ തങ്ങളുടെ തലയിലെ കിരീടങ്ങൾ ഊരി താഴ്വെച്ച് അവർ നാഥന്റെ മുമ്പിൽ കമന കിടന്ന് വിളിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്, കുഞ്ഞാടേ നീ ആരാണ്? പരിശുദ്ധനാണ്, നീ പരിശുദ്ധനാണ്, നീ പരിശുദ്ധനാണ്. ഈ യോഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ പരിശുദ്ധനായ കർത്താവ് ഇന്ന് രാത്രി ഈ പരിവാര സമുന്നതനായി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. കരങ്ങൾ ഉയർത്തി അല്പനിമിഷം ആ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തോ. അവിടുന്ന് പരിശുദ്ധനാണ് ഇന്ന് രാത്രിയിൽ. അപ്പോൾ ആ പരിശുദ്ധനായവൻ, ആ പരിപാവനായവൻ സ്വർഗം പോലും തൃക്കണ്ണിൽ നിർമ്മലമല്ല, പുറത്തു മാത്രം 150 പരം ആഴമുള്ള മുറിവുകളേറ്റ് 17 മണിക്കൂർ പീഡാസകലങ്ങളിൽ വെള്ളം കിട്ടാതെ ദാഹിച്ചു വലഞ്ഞ് 17 വലിപ്പമുള്ള മുള്ളുകൾ തലയിലേക്ക് ആഴ്ന്നിറങ്ങി 350 പട്ടാളക്കാരാലും 50 കുതിര പട്ടാളക്കാരാലും ചാട്ടവാറിന്റെ അടിയേറ്റ് 150 കിലോ തൂക്കവും 15 അടി നീളവും 5-6 അടി വീതിയുമുള്ള മരക്കുരിശ് തോളിൽ വെച്ച് പാലസ്തീന്റെ മണ്ണിടിന്റെ മൺപാതകളിലൂടെ വണ്ടിക്കാളെ വണ്ടി വലിക്കുന്ന പോലെ ആ ക്രൂശും വലിച്ച് കാബുൽത്തയിൽ ചെന്ന് ഇത്ര പീഡകൾ സഹിച്ച് കാൽവരിയിൽ എന്തിനാണ് അവൻ പിടഞ്ഞു വലിച്ചത്? തിന്മയൊന്നും ചെയ്തിട്ടല്ല പ്രിയരേ, അകൃത്യമൊന്നും ചെയ്തിട്ടല്ല, പാപമൊന്നും ചെയ്തിട്ടല്ല. കാൽവറിയിൽ അവസാനത്തുള്ളി ചോരയൊഴിക്കുവാൻ മരിച്ചത് നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധമായ പാവന രക്തത്തിലൂടെ കനികൾ പ്രാപിച്ച്, ശുദ്ധീകരണം പ്രാപിച്ച്, നീതീകരണം പ്രാപിച്ച് ദൈവമക്കളെന്ന പദവിയിലേക്ക് എത്തപ്പെട്ട നമ്മുടെ കർത്തവ്യമാണ് പാപത്തോട് പോരാടുക. നമ്മുടെ ഉത്തരവാദിത്തമാണ് പാപത്തോട് എതിർത്ത് നിൽക്കുക. നമ്മുടെ കർത്തവ്യമാണ്. അനധിവിദൂര ഭാവികൾ നമ്മുടെ കർത്താവ് പുനരാഗമിക്കാൻ പോകുന്നത് കറയില്ലാത്ത, ചുളുക്കമില്ലാത്ത, വാട്ടമില്ലാത്ത, മാലിന്യമില്ലാത്ത ഒരു നിർമ്മല കന്യകയെ ചേർക്കാനാണ് കർത്താവ് പുനരാഗമിക്കാൻ പോകുന്നത്. കറയുണ്ടോ? ചുളുക്കമുണ്ടോ? വാട്ടമുണ്ടോ? മാലിന്യമുണ്ടോ? ഇവിടെ എന്തും ചെയ്യാം, അവന്റെ വരവിൽ നാം തള്ളപ്പെടും. അതുകൊണ്ട് ഇവിടെ നമുക്ക് മുറുകെ പിടിപ്പാൻ വ്യവസ്ഥയില്ലാത്ത ഇയ്യോബിന്റെ പുസ്തകം 8-ാം അധ്യായം 15-ാമത്തെ വചനം ഒന്ന് വായിച്ചേ. അവൻ തന്റെ വീട്ടിനെ ആശ്രയിക്കും, അതോ നിൽക്കയില്ല. അവൻ അതിനെ മുറുകെ പിടിക്കും,
അതോ നിലനിൽക്കയില്ല. എത്ര അർത്ഥവത്തായ ഒരു വചനമാണിത്, എത്ര ആഴം കലർന്നൊരു വചനമാണിത്. യോബിക്കും അതോ നിൽക്കയില്ല, അവരതിനെ മുറുകെ പിടിക്കും, അതോ നിലനിൽക്കയില്ല. ഞാനൊന്ന് വിശദീകരിക്കട്ടെ വാക്യത്തെ അല്പമായി. അവൻ തന്റെ വീടിനെ ആശ്രയിക്കും. സത്യത്തിൽ ഇയ്യോബ് ഒന്നിനെയും ആശ്രയിച്ചിട്ടില്ല. ആയുസിന്റെ അന്ത്യം വരെ അദ്ദേഹത്തിന്റെ ആശ്രയിക്കുവാൻ ലോകത്തിൽ പലതുമുണ്ടെങ്കിലും ആ ഭക്തന്റെ ആയുസിന്റെ അന്ത്യനിമിഷം വരെ തന്റെ ആശ്രയം തന്റെ സൃഷ്ടാവായ ദൈവത്തിൽ മാത്രമായിരുന്നു. ഇന്ന് രാത്രിയില് ഇയ്യോബിനോട് ചേർന്ന് എത്ര വിശ്വാസിക്ക് പറയാൻ കഴിയും, ആശ്രയിക്കാൻ എനിക്ക് ഇവിടെ പലതുണ്ടെങ്കിലും എന്റെ ആയുസിന്റെ അന്ത്യനിമിഷം വരെ എന്റെ ആശ്രയം എന്റെ സൃഷ്ടാവിൽ മാത്രമായിരിക്കുമെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ എന്ന രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ അവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിൽ ആശ്രയിക്കുന്നത്. വലയ്ക്കുന്ന പ്രശ്നം ഏതുമാകട്ടെ, വലയ്ക്കുന്ന പ്രശ്നം പർവ്വത സമാനമാകട്ടെ, അടിച്ചു കയറി വരുന്ന പ്രശ്നം കൊടുങ്കാറ്റിന് സമാനമാകട്ടെ, നിന്നെ ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം തീച്ചൂളയ്ക്ക് സമമാകട്ടെ, ഏത് പ്രശ്നമാണെങ്കിലും അതിന്റെ നടുവിൽ കരുത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവമക്കൾ. സമാജത്തിലിരിക്കുന്ന വിശ്വാസികളില്ലേ, നമുക്കിപ്പോ അവരെയൊക്കെ ഉപമിക്കാൻ പറ്റും. യഹോവയിൽ ആശ്രയിക്കുന്നവൻ, അതിന് മുമ്പൊരു വാക്കുണ്ട്, എന്നേക്കും കുലുങ്ങാതെ ഉറച്ചു നിൽക്കുന്ന സിയോൻ പർവ്വതം. അതിന്റെ ഉൽപ്പത്തിന്റെ അടിവേര് ബാന്തി ഓടിയാൽ ഒരുപാട് യാത്ര ചെയ്യണം. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. സിയോൻ പർവ്വതം എന്നുണ്ടായോ അന്ന് തൊട്ട് ഇന്ന് രാത്രി വരെ ഒരു ചലനവുമില്ലാതെ അത് കുലുങ്ങാതെ നിൽക്കുക. അതിന്റെ ചുറ്റുമുള്ള പല പർവ്വതങ്ങളും അസ്ഥാനത്തായി അമ്പരച്ചുംബിയായ പല പർവ്വതങ്ങളും ഉടഞ്ഞ് തകർന്നു പോയി. എന്നത് ഉരുവായോ അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു ചലനവുമില്ലാതെ യോബിനെ കുറിച്ച് പറയുക, അവൻ തന്റെ വീടിനെ ആശ്രയിക്കും, അതോ നിൽക്കയില്ല. പിന്നെ അവൻ അതിനെ മുറുകെ പിടിക്കും, അതോ ഈ രണ്ട് പദങ്ങൾ ഇവിടെ ശ്രദ്ധേയമാണ്. നിൽക്കയില്ല, പിന്നെ നിലനിൽക്കയില്ല. ഈ നിൽക്കാത്തത് പലതുണ്ട് ഈ ലോകത്തിൽ, നിലനിൽക്കാത്തതും കണ്ണുടച്ച് അതിനെ കയറി മുറുകെ പിടിച്ചാലേ നഷ്ടമാണ്. നിലനിൽക്കാത്തതിനെ കയറി പിടിക്കുക. ഇവിടെ നിൽക്കാത്തതുണ്ട്, ഇവിടെ നിലനിൽക്കാത്തതുണ്ട്. അതിനെ മുറുകെ പിടിക്കുമ്പോൾ നിനക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് എന്നേക്കും നിലനിൽക്കുന്ന നിത്യമായ നിത്യതയാണ്. മറന്നു പോകരുത്. പാർക്കുന്ന വീടിനെയും ഭൗതിക സമ്പത്തിനെയും നമ്മൾ എന്ത് ചെയ്യരുത്, മുറുകെ പിടിക്കരുത്. അതിന്റെ പിന്നിലെ കാരണം എന്നാ? ഇത് രണ്ടും വേണ്ടെന്ന് ഞാൻ ശലിക്കുന്നില്ല. വീടും വേണം, പിന്നെ സമ്പത്തും വേണം. എവിടെ പ്രവാസകാലം കഴിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? സമ്പത്തും അതും വേണം. പക്ഷെ അധികമാകരുത്. നാം അതിനെ മുറുകെ പിടിക്കരുത്. എന്തുകൊണ്ട് പാർക്കുന്ന വീടിനെ മുറുകെ പിടിക്കരുത്? എന്തുകൊണ്ട് ഭൗതിക സമ്പത്തിനെ മുറുകെ പിടിക്കരുത്? അതിന്റെ പിന്നിൽ 3 കാരണമുണ്ട്. 3 കാരണം, സുന്ദരീയമായ 3 കാരണം. ഒന്ന്, ഇത് നിലനിൽക്കത്തില്ല. പാർക്കുന്ന വീടും ഭൗതിക സമ്പത്തും നിലനിൽക്കുമോ? നിലനിൽക്കുമോ? ഇല്ലെന്ന്. ഒരിക്കൽ ഇതെല്ലാം വിട്ടിട്ട് പോകേണ്ടവരാണ് നിങ്ങൾ. കൈകൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കുക. ഒരു പാട്ടുകാരൻ പാടിയല്ലോ, കൊട്ടാരമായാലും കോട്ടയ്ക്കകത്തും ആര് കയറി വരും? അവൻ കയറി വരും. ആര്? മരണം കയറി വരും. 10,000 നില കെട്ടി പടുത്തുയർത്തിയാലും സ്നേഹിതോ, അതിനകത്ത് മരണം ഇടിച്ചിറങ്ങും. മരണത്തിന് ഇടിച്ചിറങ്ങാൻ നിന്റെ റിമോട്ട് കൺട്രോൾ സിസ്റ്റമുള്ള ഗേറ്റ് വിഷയമല്ല. മരണത്തിന് കയറി വരാൻ CCTV ക്യാമറ വിഷയമല്ല. മരണത്തിന് കയറി വരാൻ നാം വളർത്തുന്ന ജർമ്മൻ ഷെപ്പേർഡോ കൺട്രിയുടേതോ ബുൾഡോഗോ വിഷയമല്ല. മരണത്തിന് കയറി വരാൻ നാം ഉയർത്തുന്ന ഒരു സംവിധാനങ്ങളും വിഷയമല്ല. ഏത് കോട്ടയ്ക്കകത്ത് ഒളിച്ചിരുന്നാലും സമയമാകുമ്പോൾ മരണം ഇടിച്ചിറങ്ങും. കരത്തിൽ പിടിക്കുമ്പോ
നമുക്ക് പോകാം. അതാ വിശുദ്ധ ബൈബിൾ പറയുന്നത്. മനുഷ്യന്റെ ശരീരതയെ കുറിച്ച് ഇത്ര വിശദമായി വരച്ചു കാട്ടുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. രാവിലെ വയലിൽ മുളച്ചു വരുന്ന പുല്ലുപോലെയാ വൈകുന്നേരമാകുമ്പോൾ അത് അരിഞ്ഞ് വാടിപ്പോകുന്നു. പോക്ക് കണ്ടാൽ, ഭാവം കണ്ടാൽ, ഇടപെടൽ കണ്ടാൽ കരുത്തനാകുവാനില്ല. പുറത്തേക്ക് വിട്ട ശ്വാസം അകത്തേക്ക് എടുക്കാൻ കഴിയാതെ പിടഞ്ഞു മരിച്ചാൽ. മറ്റൊരു കർത്തൃദാസന്റെ വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ, ഹൃദയത്തിന്റെ വാൽവ് 2 മിനിറ്റ് ഒരു ബന്ധ ആഹ്വാനം ചെയ്താൽ തീരാനുള്ളതേ ഉള്ളൂ ഈ ആയുസ്. അതുകൊണ്ട് ദൈവമേ, ഇവിടെ എല്ലാത്തിനും വാറണ്ടി ഉണ്ട്, ഗ്യാരണ്ടി ഉണ്ട്. ഈ വാച്ചിന് ഗ്യാരണ്ടി ഉണ്ട്. കഴിഞ്ഞ ദിവസം എങ്ങാണ്ട് ധൃതി വെച്ച് പോകാൻ ഒരുങ്ങിയപ്പോൾ എന്റെ മോളോട് പറഞ്ഞു, ഒക്കെ പപ്പാടെ വാച്ചിങ് എടുക്കാൻ പറഞ്ഞു. കൊച്ചു ഓടിച്ചെന്ന് മേശപ്പുറത്തുനിന്ന് വാച്ച് എടുത്തോണ്ട് വന്നപ്പോ കയ്യിൽ നിന്ന് വാച്ച് താഴെ വീണു. പൊട്ടിച്ചില്ലെല്ലാം ചെതറി, അകത്തെ സൂചിയുടെ കപ്പയെല്ലാം ഇളകിപ്പോയി. കൊച്ചു ഭയങ്കര കരച്ചില്. ഞാൻ അവളെ ചേർത്ത് പഠിച്ചു പറഞ്ഞു, മക്കൾ കരയണ്ട, വാച്ചല്ലേ പൊട്ടിയുള്ളൂ, കുഴപ്പമില്ല, അറിഞ്ഞുകൊണ്ടല്ലോ. ഞാൻ അവളെ ആശ്വസിപ്പിച്ചു. പെട്ടെന്ന് ഞാൻ അലമാരി തപ്പിയപ്പോൾ ഇതിനൊരു വാറണ്ടി കാർഡ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. വാറണ്ടി ഒന്നുമില്ല. ആ കാർഡും വാച്ചോടെ കൊണ്ടുകൊടുത്തപ്പോൾ 1 പൈസയും കൊടുക്കേണ്ട വന്നില്ല. ഫ്രീ ആയിട്ട് അപ്പൊ തന്നെ നന്നാക്കി എന്റെ കയ്യെ കെട്ടിത്തന്നു. അപ്പോഴേ കയ്യെ കെട്ടുന്ന വാച്ചിന് ഗ്യാരണ്ടി ഉണ്ട് കേട്ടോ. ഫോണിന് ഗ്യാരണ്ടി ഉണ്ട്. വീട്ടിൽ ഉപയോഗിക്കുന്ന സകല ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് ഗ്യാരണ്ടി ഉണ്ട്. എന്തിനേറെ, പോക്കറ്റിൽ കൊത്തുന്ന 5 രൂപയുടെ പേനായിക്ക് വരെ ഗ്യാരണ്ടി ഉണ്ട്. കൊണ്ടുക്കോ സാറേ, തെളിവിലെ തിരിച്ചു കൊണ്ടുപോ, മാറിത്തരാം. ഇവിടെ ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്തത് മനുഷ്യന്റെ പ്രാണനാണ്. ഈ രാത്രി കണ്ട നിനക്ക് നാളത്തെ പ്രഭാത സൂര്യന്റെ ചിഹ്നങ്ങൾ കാണുമോ എന്ന് ഉറപ്പുണ്ടോ? ഏത് മനുഷ്യനും ഉറച്ചു നിന്ന് ഒരു ശ്വാസമത്രേ. മറക്കല്ലേ, പാർക്കുന്ന വീടിനെ മുറുകെ പിടിക്കരുത്, ഭൗതിക സമ്പത്തിനെ മുറുകെ പിടിക്കരുത്. കാരണം ഒന്ന്, ബൈബിൾ പറയുന്നു ഇത് നിലനിൽക്കത്തില്ല. ഉറക്കെന്ന് പറഞ്ഞേ, നിലനിൽക്കുമോ? ഒരിക്കൽ നാം എല്ലാം വിട്ടിട്ട് പോകേണ്ടവരാ. പച്ച പരമാർത്ഥമാണ്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. ഒരിക്കൽ നാം ഇത് എനിക്കതിന് ഉദാഹരണം പറയാൻ തോന്നുന്നത് അലക്സാണ്ടർ ചക്രവർത്തിയാ. അദ്ദേഹത്തിന്റെ കാര്യം പറയുമ്പോൾ ആരും ഒന്നും പറയുമല്ലോ, സത്യമായ കാര്യമില്ല. ഞാൻ മാത്രമല്ല, ലക്ഷക്കണക്കിന് ആളുകൾ പറയുന്ന കാര്യമല്ലേ. 32 വയസ്സിനകത്ത് സൈന്യമാഹുല്യം കൊണ്ട് ലോകത്തിന്റെ പകുതി വെട്ടിപ്പിടിച്ച ഏറ്റവും കരുത്തനായ ഒരു ചക്രവർത്തിയായിരുന്നു. ആര്? പറഞ്ഞോ, അലക്സാണ്ടർ, മഹാനായ അലക്സാണ്ടർ. ലോകത്തിന്റെ പകുതി വെട്ടിപ്പിടിച്ചു, കോടികൾ സമ്പാദിച്ചു. 32-ാം വയസ്സിലെല്ലാം പൂർത്തിയാക്കി ഇവിടുന്ന് പോയി. ഈ ലോകത്തെ വിറപ്പിച്ചവൻ, ലോകത്തിന്റെ പകുതി വെട്ടിപ്പിടിച്ചവൻ, അലറുന്ന ശബ്ദസാഗരത്തിന്റെ മുമ്പിൽ നിന്ന് അലറുന്ന കടലിലേക്ക് നോക്കി, അല്ലയോ കടലേ, നീയും ഒരു കരയായിരുന്നെങ്കിൽ എന്റെ കൈയിൽ മഴവില്ല് പോലെ വളഞ്ഞു കിടക്കുന്ന മനുഷ്യൻ മരണത്തെ തന്റെ അകം കണ്ടുകൊണ്ട് കണ്ടു. തന്നെ രസിക്കാൻ മണിനാദം മുഴക്കി അടുക്ക നിൽക്കുന്ന മരണത്തെ കണ്ട അലക്സാണ്ടർ ഭയവിഹുലനായി പുത്രതുല്യം സ്നേഹിക്കുന്ന അംഗരക്ഷകരെ അടുക്കലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു അപേക്ഷയുണ്ട്. അത് കേട്ട അംഗരക്ഷകർ കരഞ്ഞെന്ന, പൊട്ടിക്കരഞ്ഞെന്ന. അവര് ചോദിച്ചു, പ്രഭോ എന്താ പറയുന്നേ? അങ്ങേക്ക് അപേക്ഷയെന്നോ? ഇന്നലെ വരെ ആജ്ഞാപിക്കാൻ വേണ്ടി മാത്രം വാതുറന്ന് അങ്ങേക്ക് എന്താ അപേക്ഷ? അപ്പൊ അയാള് പറയുക, ഞാൻ ആ പെട്ടിയുടെ സൈഡിലെ ദ്വാരത്തിലൂടെ പുറത്തേക്ക് കിടക്കുന്ന ശൂന്യമായ കരം എന്താ ലോകത്തോട് പറയുന്നത്? ലോകത്തിന്റെ പകുതി കീഴടക്കി എല്ലാം തീർത്ത് 32 വയസ്സിൽ ഞാൻ പോകുമ്പോ ഞാൻ വെട്ടിപ്പിടിച്ച ഒരു തുണ്ട് ഭൂമി എന്റെ കയ്യിലില്ല. ഇഷ്ടം പോലെ സമ്പാദിച്ചു. എല്ലാം പൂർത്തിയാക്കി മടങ്ങുമ്പോ സമ്പാദിച്ച ഒരു തുണ്ട്
മൂന്നാമത്തെ സംഗതി, ഇത് നിലനിൽക്കുന്നതല്ല. കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരിക്കൽ നാം ഇത് വിട്ടുപോകണം. കാര്യം ബൈബിള് പറയുന്ന ഒരു വാക്യമുണ്ട്, നമുക്കിവിടെ നിലനിൽക്കുന്ന ഒരു പാട്ടില്ലേ, നമുക്കിവിടെ നിലനിൽക്കും. കരമൊന്ന് അടിച്ചു പാടാമോ? നഗരമില്ലല്ലോ നമുക്കിവിടെ നിലനിൽക്കും, വീടില്ലല്ലോ നമുക്കിവിടെ നിലനിൽക്കും, നഗരമില്ലല്ലോ നമുക്കിവിടെ നിലനിൽക്കും, വീടില്ലല്ലോ. നമ്മുടെ വീട് ആദിത്യ വീട് നോക്കി അർത്ഥവത്തായ പാട്ടല്ലേ മാസ്റ്റർ? എന്ന അർത്ഥമാണ്. നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കുന്ന വീടില്ലല്ലോ. നമ്മുടെ വീട്, നമ്മുടെ നാട് വാനാലോകത്തിനപ്പുറത്ത് പ്രത്യാശയുള്ള എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തി ഒരു ദൈവവൈതന്റെ അകത്തേക്ക് വരുമ്പോൾ ആദ്യം അവനിൽ വ്യാപരിച്ച ദൈവകൃപയിലൂടെ നിത്യതയുടെ ദർശനം ഒളിമങ്ങാതെ അകത്ത് കത്തുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ അവരോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പാർക്കുന്ന വീടിനെ മുറുകെ പിടിക്കരുത്, ഭൗതിക സമ്പത്തിനെ മുറുകെ പിടിക്കരുത്. കാരണം എന്നാ? രണ്ട്, ഇത് അഴിഞ്ഞു പോകും. ഭൂമി വന്നിന്റെ പണിയും അഴിഞ്ഞു പോകും. ആ ഭാഗം ഞാൻ വിടട്ടെ. പാർക്കുന്ന വീടിനെയും ഭൗതിക സമ്പത്തിനെ നമ്മൾ മുറുകെ പിടിക്കരുത്. കാരണം മൂന്നാമത്തെ കാരണം എന്നെ ഒത്തിരി സന്തോഷിപ്പിച്ചു. അതിനാന്നറിയാമോ? നിങ്ങൾക്ക് സന്തോഷം വരുമെന്നാണ് എന്റെ വിശ്വാസം. മൂന്നാമത്തെ കാരണം എന്നാണെന്നറിയാമോ? കൈപ്പണിയല്ലാത്ത ദൈവത്തിന്റെ ദാനമായ ഒരു മനോഹര ഭവനം നമുക്കെവിടെയുണ്ട്? ഉറക്കെ പറ. സ്വർഗത്തിലുണ്ട്. അത് മിണ്ടുന്നില്ല. റാസൽ കൈമയിലുണ്ടെന്നല്ല, അബുദാബിയിലോ ന്യൂയോർക്കിലോ കാനഡയിലോ വാഷിംഗ്ടണിലോ ഉണ്ടെന്നല്ല, ഇവിടൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം പോകാനുള്ളതാണ്. അവന്റെ സമ്പത്തിനെയും വീടിനെയും മുറുകെ പിടിക്കുന്ന കൂടാരങ്ങളിൽ ഇരുന്നുകൊണ്ട് കൈപ്പണിയല്ലാത്ത ദൈവത്തിന്റെ ദാനമായ സ്വർഗത്തിലെ ഭവനം ആത്മകണ്ണുകൾ കൊണ്ട് കാണുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ അവരെത്ര സന്തുഷ്ടരാണെന്നറിയാമോ? അത് ഓരോ ദിവസവും നമ്മൾ കാണണം. അപ്പൊ നമ്മുടെ സങ്കടമെല്ലാം എന്ത് ചെയ്യും? മാറിപ്പോ. ഇവിടെ നമുക്കൊന്നുമില്ല എന്ന പരിമിതിയും പരാതിയും എല്ലാം എന്ത് ചെയ്യും? മാറിപ്പോകും. നിത്യതയുടെ ദർശനം അകത്തോട്ട് കയറിയാൽ 70% രോഗവും മാറും. ആ ഊർജ്ജസ്വലരാകും. അതുകൊണ്ട് നമുക്ക് മുറുകെ പിടിപ്പാൻ വ്യവസ്ഥയില്ലാത്ത രണ്ടാമത്തെ കാര്യം, പാർക്കുന്ന വീട് പിന്നെ ഭൗതിക സമ്പത്ത്. അതിന്റെ മെയിൻ കാരണം കൈപ്പണിയല്ലാത്ത ദൈവത്തിന്റെ ദാനമായ മനോഹരമായ ഒരു വീട് നമുക്ക് എവിടെ ഉണ്ട്? അതുകൊണ്ട് പാട്ടുകാരെ പാടുന്നത്, കൈകൊണ്ട് തീർക്കാത്ത വീടുകൾ മേടകൾ ഒക്കെയും, കൈകൊണ്ട് തീർക്കാത്ത വീടുകൾ മേടകൾ ഒക്കെയും വാഗ്ദത്ത നാട്ടിലുണ്ട്. ഉണ്ടോ? ആ സന്തോഷത്തോടെ നമുക്ക് നമ്മുടെ പ്രവാസകാലം അങ്ങോട്ട് കഴിക്കാം. ദൈവത്തിങ്കലുള്ള ഭക്തിയെ നാം മുറുകെ പിടിക്കുക. എന്താണ് ഭക്തി? ഇയ്യോബിന്റെ പുസ്തകം 2-ാം അധ്യായം 3-ാമത്തെ വചനമാണ്. 1 തൊട്ട് 4 വാക്യം വേഗത്തിൽ വായിച്ചു. പിന്നെയും ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. സാത്താനും അവരുടെ കൂട്ടത്തിൽ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. യഹോവ സാത്താനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട്, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യഹോവ സാത്താനോട്, എന്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ.
അവൻ തന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ തന്റെ ഭക്തിയെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഭക്തിയായിരിക്കുന്ന ഇരിപ്പിൽ മാറോട് കരം ചേർത്ത് വെച്ച് എത്ര ദൈവമക്കൾക്ക് ഇന്ന് രാത്രി പറയാൻ കഴിയും, ഞാൻ എന്റെ ദൈവത്തിലുള്ള ഭക്തിയെ ഇന്ന് രാത്രി മുറുകെ പിടിക്കുന്നുവെന്ന്. ആമേൻ. ഒന്നാമത്തെ വാക്യത്തെ നമ്മൾ വായിച്ചല്ലോ. പിന്നെയും ഒരു ദിവസം ദൈവപുത്രന്മാരെല്ലാം കൂടെ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. അവരുടെ ഇടയിൽ ഒരുത്തൻ നിൽക്കുക. അവന്റെ പേരെന്നാ? അത് തന്നെ. ആരാ? എവിടെല്ലാം കയറി വരുന്നില്ലയോ? അവസരം കിട്ടിയാൽ എവിടെല്ലാം കയറി വരുന്നവനാണ് പിശാച്. അതുകൊണ്ട് നമുക്കുള്ളതിലൊന്നും കയറാതിരിക്കാൻ ഒരു കോട്ട കെട്ടിക്കോണം. ഏത് കോട്ടയാണെന്നറിയാമോ? രണ്ടാമത്തെ ചോദ്യം എന്നെ ആത്മാവിൽ കുളിരണിയിച്ചു. ചോദ്യം ഒന്ന്, എവിടെ നിന്നാ നീ വരുന്ന കൊള്ളാം? അവന്റെ ഉൽപ്പത്തി അറിയാവുന്ന ദൈവം അവനോട് ചോദിക്കുക, നീയെ എവിടെ നിന്നാ വരുന്നത്? മറുപടി, ഞാൻ ഭൂമിയൊക്കെയും എല്ലാ കോണ്ടിനെന്റുകളിലും അടിച്ചു കറങ്ങി ദൈവപുത്രന്മാർക്കൊപ്പം ദൈവസന്നിധിയിൽ നിൽപ്പാൻ തന്നെ ദുഷ്ട പിശാചിനോട് തമ്പുരാൻ ചോദിച്ച രണ്ടാമത്തെ ചോദ്യം എനിക്ക് വേണ്ടി ചോദിച്ച ചോദ്യമാ. ഈ പന്തലിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ചോദിച്ച ചോദ്യമാ. ആ ചോദ്യം ഇന്ന് രാത്രി നിങ്ങളുടെ സ്വത്തായ ഏറ്റെടുത്ത് സ്വത്രത്തോടെ ഇന്ന് രാത്രി പറയണം. ചോദ്യം എന്താണെന്നറിയാമോ? രണ്ട്, എന്റെ ദാസനാകുന്ന ഇയ്യോബിന്റെ മേല് നീ ദൃഷ്ടി വെച്ചുവോ? എന്നെ ഒത്തിരി സന്തോഷിപ്പിച്ച ചോദ്യമാണ്. എന്റെ മകന്റെ മേൽ നീ നോട്ടമിട്ടോന്ന് മിണ്ടുന്നില്ലല്ലോ. എന്റെ ചെറുക്കന്റെ മേൽ നീ നോട്ടം. ഇയ്യോബിന്റെ മേൽ പിശാച് ദൃഷ്ടി വെച്ചത് അവന്റെ കൂട്ടുകാരോ കൂടപ്പുറപ്പുകളോ കണ്ടില്ല. ഇയ്യോബിന്റെ മേൽ പിശാച് ദൃഷ്ടി വെച്ചത് ആരും കണ്ടില്ലെങ്കിലും ഇയ്യോബിന്റെ സൃഷ്ടാവായ ദൈവം കണ്ടു. മനസ്സിലായോ? എന്തിനാ ഇയ്യോബിന്റെ മേൽ പിശാച് ദൃഷ്ടി വെച്ചത്? ഗുണം പിടിപ്പിക്കാനല്ലെന്ന്, നന്നാക്കാനല്ലെന്ന്. അറിയാതെ നമ്മെയും നമ്മൾക്കുള്ളതിനെയും ഇല്ലായ്മ ചെയ്യുവാൻ നമ്മുടെ മേൽ നോട്ടമിട്ട പിശാചിന്റെ നോട്ടത്തെ അഴിച്ചു മാറ്റുന്ന ദൈവത്തിന്റെ കാര്യത്തിന്റെ ശക്തി ഇന്ന് രാത്രി നമുക്ക് വേണ്ടി ഈ പന്തലിൽ വ്യാപരിക്കുന്നുണ്ട്. അവന്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ട്. തങ്കൻ ഏകാഗ്രത ചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ജീവിതത്തിന്റെ ഏത് സമരമുഖങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും അവൻ ഒന്നിൽ മാത്രം ദൃഢമായി പിടിച്ചു, അവന്റെ ദൈവത്തിലുള്ള ഭക്തിയില. കൈകൾ ഉയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്താ ഭക്തി? വേഷം കെട്ടലല്ല ഭക്തി, പ്രകടനമല്ല ഭക്തി, അഭിനയമല്ല ഭക്തി. ഭക്തിയുടെ വേഷം ധരിച്ചതിന്റെ ശക്തിയെ ത്യജിക്കുന്ന മൂലച്യുതി ബാധിച്ച തലമുറയിൽ എന്താ ഭക്തി എന്ന് തിരിച്ചറിഞ്ഞ ദൈവമക്കൾക്കായി സ്വത്രം. ബൈബിൾ പറയുന്നു, യഹോവ ഭക്തനെ തനിക്കായി വേർതിരിച്ചിരിക്കുന്നുവെന്ന് അറിവീൻ എന്നൊരു ഗ്രീക്ക് വേർഡുണ്ട്. ആശ്രയിക്കുക, സേവിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ആ ആശ്രയിക്കുക, സേവിക്കുക എന്നർത്ഥമുള്ള ഭക്ഷ്യധാതുവിൽ നിന്ന് ഭക്തി എന്ന പദത്തിന്റെ ഉൽപ്പത്തി. ഈ ഭക്തിയെ കുറിച്ച് യാക്കോബ് പറയുന്നത് എന്നാണെന്നറിയാമോ? പിതാവായ ദൈവത്തിന്റെ മുൻപാകെ നിഷ്കളങ്കവും ശുദ്ധവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടങ്ങളിൽ ചെന്ന് കാണുന്നതിനും ലോകത്താലുള്ള കളങ്കം പറ്റാ തന്നെത്താൻ കാത്തുകൊള്ളും. നമ്മുടെ സമൂഹത്തിൽ അശരണരുണ്ട്, അനാഥരുണ്ട്, ആലംബഹീനരുണ്ട്, വിധവമാരുണ്ട്, തകർക്കപ്പെട്ടവരുണ്ട്, വെറുക്കപ്പെട്ടവരുണ്ട്. അവരുടെ അരികിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ടുന്ന കൈത്താങ്ങൾ കൊടുത്ത് അവരെ ആശ്വസിപ്പിക്കുന്നത് ഭക്തിയുടെ പ്രവൃത്തിയാ. ഭക്തിക്ക് ദൃഢനിശ്ചയമുണ്ട്. ഇയ്യോബ് ഭക്തനായിരുന്നെന്നും ഭക്തി മുറുകെ പിടിച്ചുവെന്നും ദൈവമാ സാക്ഷ്യം പറഞ്ഞത്. ഭക്തനാണെന്നും ഭക്തി മുറുകെ പിടിച്ചെന്നും ദൈവം നേരിട്ട് സാക്ഷ്യം പറഞ്ഞ ഇയ്യോബിന്റെ അരിക്കൽ അവന്റെ ഭാര്യ വന്നു കൊടുത്ത ഉപദേശങ്ങൾ, ഇനിയെങ്കിലും ഭക്തി മുറുകെ പിടിക്കാ, ദൈവത്തെ തള്ളിക്കളഞ്ഞു പോയി ചത്തുകളയണു. അതിന് ഇയ്യോബ് പറഞ്ഞ മറുപടിയാ ഭക്തിയുടെ ദൃഢനിശ്ചയം. അധ്യായം എഴുന്നേൽപ്പിന്റെ അധ്യായമാ. നഷ്ടമായതെല്ലാം ദൈവം ഇരട്ടിയായി കൊടുത്ത അധ്യായമാ. അതുകൊണ്ട് ജീവിതത്തിന്റെ അന്ത്യഘട്ടം വരെ ദൈവത്തിലുള്ള ഭക്തിയെ നമുക്ക് മുറുകെ പിടിക്കാം. ഭക്തി നമ്മെ ദൈവത്തോട് നിരപ്പിക്കും. ഭക്തി വിശുദ്ധ ജീവിതം നയിക്കാൻ പ്രേരണ നൽകും. ഭക്തി പാപത്തോട് വിരക്തി നൽകും. ഭക്തി നല്ല തുടക്കം മാത്രമല്ല, നട ഒടുക്കവും തരും. അതുകൊണ്ട് നമുക്ക് ഈ മരുഭൂമിയിൽ ദൈവത്തിലുള്ള ഭക്തിയെ മുറുകെ പിടിക്കാം. ഒറ്റ കാര്യം കൂടെ ഒരു മിനിറ്റ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മുറുകെ പിടിക്കേണ്ട 7 കാര്യങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുക. കൈകൾ ഉയർത്തിവരെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. രാത്രി വിശ്വാസികളെ, നമുക്കിവിടെ മുറുകെ പിടിപ്പാൻ വ്യവസ്ഥയുള്ള രണ്ടാമത്തെ കാര്യം നിത്യജീവന. എന്താണ് നിത്യജീവൻ? നമ്മുടെ വേദികളിൽ
മുഴങ്ങണ്ട കാര്യമാണ് നിത്യജീവൻ. നിന്നും ലോകത്തോട് പ്രസംഗിക്കുന്ന കിടയറ്റ വിഷയമാണ് നിത്യജീവൻ. അതിനെ മുറുകെ പിടിക്കണം. എന്താ സുഹൃത്തുക്കളെ നിത്യജീവൻ? നിത്യജീവൻ ഉള്ളവർ ഇതിനകത്തുണ്ട്, നിത്യജീവൻ ഇല്ലാത്തവരും. പറയുന്നത് മാർട്ടിൻ ലൂഥർ പറയുന്നത് ബൈബിളിനകത്തെ ഒരു ബൈബിളാണ്. ആ വാക്യത്തെ കേന്ദ്രീകരിച്ച വേദപുസ്തകത്തിന്റെ സകല വാക്യങ്ങളുടെ പേരുകളും പോലെ തന്റെ ഏകജാതനായ പുത്രൻ, ഞാൻ അതിന്റെ ഒരു ആണിക്കല്ല് മാത്രം വലിച്ചിട്ടിട്ട് വിരമിക്കട്ടെ. എത്ര സുന്ദരമാണ് ആ വാക്യം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന എല്ലാവരും വിശ്വസിക്കുന്ന ഏവരുമാണ്. അപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് യേശുക്രിസ്തു ഒരു വിഭാഗത്തിന്റെ മാത്രം ആളല്ല, യേശുക്രിസ്തു മുഴു ലോകത്തിന്റെയും ആളാണ്. അവിടുന്ന് ലോകത്തിലേക്ക് വന്നത് ഏതെങ്കിലും ഒരു ചെറിയ സഗ്രൂപ്പിന് വേണ്ടിയല്ല. അവിടുന്ന് ലോകത്തിലേക്ക് വന്നത് സകല മനുഷ്യർക്കും വേണ്ടിയാ. അവിടുന്ന് കാൽവരിയിൽ മരിച്ചവർക്കും പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും മോക്ഷവും നിത്യജീവനും കൊടുക്കുവാൻ പര്യാപ്തനായ ഏക വ്യക്തിപ്രഭാവമാണ് കർത്താവായ യേശുക്രിസ്തു. അതല്ലേ ബൈബിൾ പറയുന്നത്, മറ്റൊരുത്തരിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുക ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ നൽകപ്പെട്ട വേറെ ഒരു മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നത് തന്നെ നിത്യജീവൻ. രാത്രി നിത്യജീവൻ പ്രാപിച്ചവരുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? നിത്യജീവൻ പ്രാപിക്കാത്തവരുടെ അവസ്ഥ. നിത്യജീവന്റെ പ്രത്യേകത തുടക്കമുണ്ട്, പക്ഷെ എന്തില്ല, ഒടുക്കമില്ല. ഈ സ്വാഭാവിക ജീവനിൽ മാത്രം കഴിയുന്നവർ നിത്യജീവനെ പ്രാപിച്ചില്ലെങ്കിൽ അവരെ ബൈബിൾ വിളിക്കുന്നത് മരിച്ചവരെന്ന. എങ്ങനെ മരിച്ചവര്? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച കാലം ഞങ്ങൾ മരിച്ചവരായിരുന്നു. അതിക്രമങ്ങളാലും പാപങ്ങളാലും. അതിക്രമവും പാപവും ഞങ്ങളിൽ സമ്പാദിച്ച ആത്മമരണത്തിൽ നിന്നും ഞങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് നൽകിയത് ക്രിസ്തുവാകുന്ന നിത്യജീവൻ ഞങ്ങളകത്ത് വന്നപ്പോഴാ. അതുകൊണ്ട് ക്രിസ്തുവാകുന്ന നിത്യജീവനിലൂടെ അതിക്രമവും പാപവും സമ്മാനിച്ച ആത്മമരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിന്നും അവനായി ജീവിക്കുന്ന ഞങ്ങളകത്തൊരു വ്യത്യാസ. മാരണമെന്ന് രാത്രി ഞങ്ങളെ പുലുകിയാൽ ലോകത്തേക്കാൾ വിലയുള്ള ഒരു ആത്മാവ് ഞങ്ങളുടെ അകത്തുണ്ട്. ആ ആത്മാവ് എത്തുന്നത് നരകത്തിലല്ല, അവസാനിക്കാത്ത നിത്യത മുഴുവൻ ഞങ്ങൾ കർത്താവിന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ നിനക്കെന്താണ് പ്രയോജനം? ഇതാണ് രക്ഷാദിവസം, ഇതാണ് സുപ്രസാദകാലം. ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ തെറ്റുവഴിയാണല്ല. ഇതാ നിത്യജീവനാകുന്ന ക്രിസ്തു നിന്റെ ഹൃദയത്തിന്റെ കവാടത്തിൽ മുട്ടുന്നു. നീ ദൈവത്തിന്റെ സൃഷ്ടിയുടെ മകുടമാ. നിന്റെ ആത്മാവ് നരകത്തിലെത്താനുള്ളതല്ല, നീ ലോകത്തിന്റെ പാപത്തിനുള്ളതല്ല, നീ മദ്യത്തിനും മയക്കുമരുന്നിനും മതിരാക്ഷിക്കും അടിപിടിക്കുക. ഞാനൊരു വാക്ക് നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോകുക. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിലൂടെ നിമിഷമടയട്ടെ. മുറുകെ പിടിപ്പാൻ വ്യവസ്ഥയില്ലായി പലരും നമ്മെ പ്രബോധിപ്പിക്കുന്ന കാര്യങ്ങളോട് പൂർണ്ണമായി വിട പറഞ്ഞു മുറുകെ പിടിക്കുവാൻ പലരും നമ്മെ പ്രബോധിപ്പിക്കുന്ന കാര്യങ്ങളെ ദൃഢമായി പിടിച്ച് ആക്ഷേപരഹിതമായ ആരോഗ്യപരമായ ഒരു ആത്മീയ ജീവിതം നയിപ്പാൻ ഈ വചനത്തിന്റെ പ്രബോധനങ്ങൾ നമുക്ക് മുഖാന്തരമാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും തൽസ്ഥാനങ്ങളിൽ എഴുന്നേൽക്കാം. സ്റ്റാൻഡ് മുമ്പോട്ട് വന്ന് പ്രത്യാശയുടെ ഗാനം പാടും അദ്ദേഹത്തോട് ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഞാൻ രോഗിയാണ്, ഞാൻ മാനസികമായി തകർന്ന വ്യക്തിയാണ്, പാപഭാരത്താൽ വലകുന്ന വ്യക്തി. എനിക്ക് വേണ്ടി പ്രാണശക്തിയായി, പാപമോചനമായി, നിത്യജീവനായി, സൗഖ്യമായി, സമാധാനമായി ജനത്തിൽ വ്യാപരിക്കട്ടെ. ഈ ദേശത്ത് വ്യാപരിക്കുന്ന പാപത്തിന്റെ ഇരുളുകൾ അഴിഞ്ഞു പോകട്ടെ, ശാപത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. എല്ലാ മദ്യപാനത്തിന്റെ ആത്മാവിനെയും ഞങ്ങൾ ശാസിക്കുന്നു, ആത്മഹത്യയുടെ സ്പിരിറ്റിനെ ഞങ്ങൾ ശാസിക്കുന്നു. കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ, ജീവിതങ്ങൾ വിടുവിക്കപ്പെടട്ടെ, ദേശം വിടുവിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താൻ ചേർന്ന് പാടി, രണ്ടു വരികൾ മാത്രം ചേർന്ന് പാടി നമുക്ക് നമ്മുടെ കർത്താവിനെ
സത്യവചനം